പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ചാണകക്കുഴിയിൽ നിന്നും വന്ന ഒരു ചാണക വാണത്തിയാണ്. എല്ലാവരും ഒന്ന് പരിചയപ്പെടും. യുദ്ധ കരാറുകളുണ്ട്. അന്താരാഷ്ട്ര യുദ്ധ നിയമം അനുസരിച്ച് സാധാരണ സിവിലിയൻസിന് നേർക്ക് ഒരിക്കലും ഒരു ആക്രമണവും നടത്തരുതെന്നാണ് യുദ്ധ നിയമത്തിലൊക്കെ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമ്മൾ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഇന്ന് വരെ ഇസ്രയേൽ ആ യുദ്ധ ലംഘനം നടത്തിയതായിട്ട് ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. ലോക അന്താരാഷ്ട്ര ചാനലുകളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം യുദ്ധ കരാറുകൾ എപ്പോഴും പാലിച്ചുകൊണ്ട് മാത്രം സിവിലിയൻസിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ശത്രുതകളായി നിൽക്കുന്ന പ്രത്യേകതരം ആ ഒരു ആൾക്കാരെ മാത്രം അവരുടെ ലക്ഷ്യസ്ഥാനത്ത് പോയി കൊന്നിട്ട് തിരിച്ചു വരുന്ന കാഴ്ചകളുണ്ട്. ഇസ്രയേൽ ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പല വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഒരിക്കലും നമ്മുടെ യുദ്ധ കരാറിൽ ലംഘിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ഇതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമൊന്നും പറയാനില്ല. ഇനി ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ, ഗോമൂത്രം കുടിച്ചും ചാണകം തിന്നും, ഗോമൂത്രം കുടിച്ചും ചാണകം തിന്നും, ഗോമൂത്രം കുടിച്ചും ചാണകം തിന്ന്, ഗോമൂത്രം കുടിച്ചും ചാണകം തിന്ന് ഇതിന്റെ തലച്ചോറ് ചാണകപ്പുഴു തിന്നുപോയി. തലച്ചോറുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയാം അത് എന്താണ് ഇതിന്റെ യഥാർത്ഥ സത്യം എന്നുള്ളത്. അങ്ങനെ ഇരിക്കവേ ഒരു പബ്ലിക് ചാനൽ വന്നിരുന്നു കൊണ്ട് ഇതുപോലെ പച്ചക്കള്ളം പറയുകയാണെങ്കിൽ ഇതിന്റെ തലയ്ക്കകത്ത് ഓളമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇതാണ് എന്റെ അഭിപ്രായം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ താഴെ ഒരു കമന്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്, അവിടെ രേഖപ്പെടുത്തുക. അതെങ്കിലും കണ്ടിട്ട് ഇത് നന്നാകുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നുമില്ല. ഇതിന്റെ തൊട്ടടുത്ത് ഇരുന്നു കൊണ്ട് ഒരു ലേഡി മണ്ടേ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതിന്റെ തള്ളു കേട്ടുകൊണ്ട്, അതെങ്കിലും നന്നായിക്കോട്ടെ, അല്ലെങ്കിൽ സത്യം മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടിയിൽ രേഖപ്പെടുത്തുക. ഇത്രയേ എനിക്ക് പറയാം.